ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തക്കാളി കൊണ്ടൊരു ഐറ്റമാണ് തയ്യാറാക്കിയെടുക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കുതിരാൻ വെക്കണം. കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് കുതിർന്നതിന് ശേഷം മാത്രം നന്നായിട്ടൊന്ന് പിഴിഞ്ഞരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. കുരുമുളക് പൊടി വേണ്ട കേട്ടോ. കുരുമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെയൊക്കെ അധികം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കുരുമുളകൊന്ന് ചതച്ചെടുക്കേണ്ടത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു 6 വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ 7 മുതൽ 10 വരെ നമുക്ക് ചുവന്നുള്ളി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചിയുടെയും ചുവന്നുള്ളിയുടെ അളവ് കൂടി പോകരുത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതി. 7 മുതൽ 10 വരെ ചുവന്നുള്ളി എടുക്കാവുന്നതാണ്. വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ 7 എടുത്താൽ മതി ചുവന്നുള്ളി കേട്ടോ. ഇനിയിപ്പോൾ അതും ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത്, അരച്ചെടുക്കരുത്, ചതച്ചെടുക്കണം. ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം ഇതിലേക്കൊരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് നമ്മൾ കടുക് ഇട്ടത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റാൻ നേരത്തെ ഒരു ലോ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് എടുക്കുന്നത്. അപ്പോൾ ടീസ്പൂണാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്, ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടികളുടെ അളവ് കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്നത് രസമാണ്, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പൊടികളുടെ ഒരു കുത്തു വരും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ പൊടികളിലൊന്നും കരിഞ്ഞു പോവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തക്കാളിയിൽ നിന്ന് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു തക്കാളി ഇതേപോലെ നീളത്തിലൊന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഓണത്തിനൊക്കെ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് രസം. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമൊന്നും വേണ്ട കേട്ടോ, സാധാരണ നോർമൽ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചില്ലേ, ആ സമയത്ത് ആ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരല്പം കായം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് ഇട്ട് പിന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഈ അവസാനം കായപ്പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് സദ്യയൊക്കെ ഒരുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു രസം ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ ഒരു ലൈക്ക് തരാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. മല്ലിയിലയാണ് നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു രസത്തിൻ്റെ നല്ലൊരു ഇത് കൊടുക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ മല്ലിയില. അപ്പോൾ ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു രസമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് പ്രധാനമാണ്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ ഇതേപോലെയൊക്കെ രസമൊക്കെ തയ്യാറാക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. കമൻറ്റൊക്കെ ഒരുപാട് കുറവാണ്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.